ഒത്തുചേർന്നിടുന്നാമെന്ന്. ഹല്ലേലൂയ. നമുക്ക് ആ പ്രത്യാശയാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിക്കുന്നത് ഓർത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന ആ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം. ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആധാരമായി ഹല്ലേലൂയ സ്തോത്രം. മർക്കോസ് സുവിശേഷം അതിന്റെ 4-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം വായിച്ചാട്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ, എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കർത്താവായ യേശു എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് സംസാരിപ്പാനുള്ളത് സ്തോത്രം. ഈ കഥ എപ്രകാരമാണ് പറയുന്നത്? അവൻ പറയുകയാണ്, കടലിനോട് സ്തോത്രം അവൻ അടങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്നല്ല പറഞ്ഞത്, അല്ലെ കാറ്റെ മാറുക എന്നല്ല പറഞ്ഞത്. അവൻ അധികാരത്തോടെ കൽപ്പിക്കുക, കാറ്റെ മിണ്ടാതിരിക്കൂ, അല്ലെ അടങ്ങാതിരിക്കൂ എന്ന് ഹല്ലേലൂയ ശാസിക്കുകയാണ്. സ്തോത്രം. അവന്റെ വളരെ കമാൻഡ് ചെയ്യുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്. സ്തോത്രം. കൊടുങ്കാറ്റുകൾ ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. സ്തോത്രം. എന്നാൽ ഇവിടെ കൊടുങ്കാറ്റ് എങ്ങനെ ഒഴിഞ്ഞു പോകണമെന്നല്ല ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നത്, എങ്ങനെ ആ കൊടുങ്കാറ്റിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്താ വിഷയം. സ്തോത്രം. കൊടുങ്കാറ്റ് എപ്രകാരം ഒഴിഞ്ഞു പോകണമെന്നുള്ളതല്ല, കൊടുങ്കാറ്റിനെ എപ്രകാരം നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ, ഈ ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കൊടുങ്കാറ്റുകളുണ്ട്. എന്നാൽ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം ഇവിടെ യേശു ഹല്ലേലൂയ സ്തോത്രം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ശാസിച്ച പാടെ, അവൻ ആജ്ഞാപിച്ച പാടെ ഹല്ലേലൂയ കടലും ഹല്ലേലൂയ കൊടുങ്കാറ്റും എല്ലാം ശാന്തമായി തീരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 35-ാമത്തെ വാക്യം എന്നാ പറഞ്ഞ? കൊടുങ്കാറ്റിലും നമ്മുടെ കൂടെയുള്ള യേശു. അതാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റില്ല, നമ്മുടെ പ്രശ്നങ്ങളില് നമ്മുടെ യേശു നമ്മോടൊപ്പമുണ്ട്. അവന്റെ സാന്നിധ്യം നിന്നെ വിടുവിപ്പാൻ, നിന്നെ സഹായിപ്പാൻ ശക്തനായ ദൈവമാ. സ്തോത്രം. വായിച്ചാട്ടോ 35-ാമത്തെ വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. സ്തോത്രം. ശിഷ്യന്മാര് പറഞ്ഞിട്ടല്ല അവൻ അക്കരയ്ക്ക് പോയത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ ഇത് ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ ഉണ്ടായെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഇതാ യേശു പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. യേശുവിന്റെ നിർബന്ധപ്രകാരം, അല്ല യേശുവിന്റെ ആജ്ഞപ്രകാരമാണ് ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുന്നത്. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മുടെ പല പരാജയങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഹല്ലേലൂയ യേശുവിന്റെ ഹിതമില്ലാതെ ഒരുപക്ഷെ നമ്മൾ തുടർന്നു കൊണ്ടായിരിക്കാം, അല്ലെ യേശുവിന്റെ ചിന്തകളില്ലാതെ, അല്ലെ യേശുവിന്റെ ഹിതമില്ലാതെ സ്തോത്രം നമ്മൾ ഇറങ്ങി തിരിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ സ്തോത്രം യേശുവിന്റെ സാന്നിധ്യത്തിലും ഹല്ലേലൂയ യേശുവിന്റെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ യേശുവിന്റെ ആജ്ഞപ്രകാരം നടന്നാലും അവിടെ എല്ലാം വിഷയങ്ങളുണ്ട്, അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജോസഫിന്റെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ടായി, ദാവീദിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി, ദാനിയേൽ ഹല്ലേലൂയ സിംഹക്കുഴിയിൽ അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ സ്വന്തം ചന്ദ്രക്ക മേശക്ക അഭേന്ദ്രകോമിന് പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ ഹല്ലേലൂയ അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ഇവിടെ സന്ധ്യയായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൻ പറയുകയാണ്, നമുക്ക് പുറത്തേക്ക് വായിച്ചാണ് 36. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു.
ആ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അതാണ് പിന്നെ വായിച്ചേ. അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ആ അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ചരിത്ര സംഭവമാണ് നാം ഇവിടെ വായിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഒരുപക്ഷെ ചിന്തിക്കും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന്റെ ഹിതമില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമില്ലായിരിക്കാം നമ്മുടെ ഈ ജീവിതത്തിന്റെ ഈ സാഹചര്യങ്ങൾ ഒന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്നാൽ സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ ശിഷ്യന്മാർ നിർബന്ധിച്ചിട്ടല്ല പോയത്. യേശു പറഞ്ഞിട്ടാണ് അവരക്കരയ്ക്ക് പോകുന്നത്. യേശു പറഞ്ഞിട്ടാണ് അക്കരയ്ക്ക് പോകുന്നത്. യേശു പറഞ്ഞിട്ട് അക്കരയ്ക്ക് പോയ പടകാണ് കൊടുങ്കാറ്റിനാൽ അലയപ്പെടുന്നത്. സ്തോത്രം. നമുക്കറിയാം ഗലീല കടലിനെ സംബന്ധിച്ച് അത് ഭൂനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്ന് 7 മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. സ്തോത്രം. അവിടെ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുക സാധാരണമാണ്. നല്ല മത്സ്യത്തൊഴിലാളികളായ മീൻപിടുത്തക്കാരായ പത്രോസിനും യോഹന്നാനും അന്ത്രോസിനും ഒക്കെ ഹല്ലേലൂയ ഭയമുണ്ടാകുക സാധാരണമാണ്. സ്തോത്രം. അവർക്കൊക്കെ ഭയമുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കറിയാം മുന്നറിയിപ്പില്ലാതെ ചില കാറ്റുകൾ അവിടെ അടിക്കാറുണ്ട്. ഹല്ലേലൂയ. ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. കാരണം ഈ സ്ഥലങ്ങൾ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ മലഞ്ചെരുവിൽ നിന്ന് കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് നല്ലവണ്ണം അറിയാം. എങ്കിലും അവർ ഈ പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റ് ഹല്ലേലൂയ സ്തോത്രം അവരെ ഭയപരവശരാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ചില പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ള ചില ഫോൺ കോളുകൾ, ചില ടെർമിനേഷൻ പേപ്പറുകൾ, അല്ലെങ്കിൽ ചില അപകടങ്ങൾ, ചില മരണങ്ങൾ, വേർപാടുകളൊക്കെ ഹല്ലേലൂയ കൊടുങ്കാറ്റ് പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ ഉണ്ടായാൽ ഹല്ലേലൂയ കൊടുങ്കാറ്റുകൾ വരും. ദൈവഹിത പ്രകാരം നാം മുമ്പോട്ട് പോയാലും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരും. എങ്കിലും നമ്മെ സഹായിപ്പാൻ ആ യേശുവിന്റെ സാന്നിധ്യം മതിയായതാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു അവിടെ ഉറങ്ങുന്നില്ലായിരുന്നു. ഉറങ്ങുകയായിരുന്നെങ്കിലും അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവിടെ തലവെച്ച് ഉറങ്ങുകയായിരുന്നെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ആ പടക് ഹല്ലേലൂയ അവന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് കാണുവാൻ ഇടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കൊടുങ്കാറ്റുകൾ വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം ഹല്ലേലൂയ 53-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? യെശയ്യാവ് 43:2. സോറി, 43:2. യെശയ്യാവ് 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി യെശയ്യാ പ്രവാചകൻ പറയുക, നിന്റെ ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ നിന്നെ കൈവിടാത്ത ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ അടന്നു പോകും. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല. കൊടുങ്കാറ്റ് നിനക്കെതിരെ അഴിഞ്ഞു വന്നാൽ അത് നിന്നെ നശിപ്പിക്കത്തില്ല. നിന്റെ ഏത് പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലും പ്രൈസ് ദി ലോർഡ് നിന്നെ വഴി നടത്തുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്നത് അത് നമ്മളെ തകർക്കുവാനല്ല, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷയാണ്. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം നശിച്ചു പോകാതെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോയാൽ ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ട്. ഇതിന്റെ മേൽ ജയമെടുക്കുവാൻ നമ്മളിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ആ വിശ്വാസത്തെ വെളിവാക്കുവാൻ ഇടയായിത്തീരുന്നു. ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് എന്ന് നമ്മെ തന്നെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പറയുവാൻ തക്ക ഇടയായിത്തീരും. ഇവിടെ നാം മനസ്സിലാക്കുന്ന എന്താണ്? ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ യേശുവിന്റെ ഒരു വാക്ക് മതി. യേശുവിന്റെ ഒരു വാക്ക് മതിയായിരുന്നു. സ്തോത്രം. അടങ്ങുക,
ശാന്തമാക്കുക. സ്തോത്രം. 2 വാക്കുകൾ. സ്തോത്രം. അത് ഹല്ലേലൂയ കൊടുങ്കാറ്റ് അവിടെ അവസാനിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മളിൽ അടിക്കുന്ന, നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഏത് കൊടുങ്കാറ്റിനെയും, ഹല്ലേലൂയ, നമ്മുടെ രോഗങ്ങളായിക്കോട്ടെ, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ, ദൈവത്തിന്റെ അവന്റെ ഒരു വാക്ക് മതി. വിശ്വാസത്തോടെ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആ യേശുവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ വിശ്വസ്തമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നീ സ്നേഹിക്കുന്ന, നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, നിന്നെ വഴി നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ അവൻ വിശ്വസ്തനായ ദൈവമാ. അവൻ ഉറങ്ങുകയല്ല, അവൻ നിന്റെ ജീവിതത്തെ അവൻ നിയന്ത്രിക്കുന്ന ദൈവമാ. ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, ഞാൻ എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, അല്ല ഞാൻ അനുഭവിക്കുന്ന വേദനകൾ കർത്താവേ നീ കാണുന്നില്ലയോ എന്നോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൻ ഭാരപ്പെടുന്ന വിഷയമല്ല, അവൻ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ഇതുവരെയും കേട്ടിട്ട് എനിക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ സഹായിക്കുന്ന ദൈവം. തക്ക സമയത്ത് നിനക്ക് വേണ്ടി പണിത്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. അവൻ പറഞ്ഞിട്ട് പോയടത്ത് തന്നെ, അവൻ പറഞ്ഞിട്ട് അക്കരയ്ക്ക് പോയ ഹല്ലേലൂയ പടക് പോലും കൊടുങ്കാറ്റിനാൽ ആടി ഉലയുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഏത് സാഹചര്യങ്ങളിലും, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഞാൻ അനുഭവിക്കുന്ന വേദനകള്, ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന കടഭാരങ്ങള്, ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങള്, ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടെന്നോർത്ത് നീ ഭാരപ്പെടുന്നു. എന്റെ ദൈവം ഇതുവരെയും എന്തുകൊണ്ട് എനിക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഒരു വാക്ക് മതി. അവന്റെ ഒരു വാക്ക് മതി നിന്റെ വിശ്വാസത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വിശ്വാസത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കുവാൻ ഇന്ന് രാത്രി ദൈവം നിന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തന. അവൻ നിന്റെ ഒരു വാക്കുകൊണ്ട് ഹല്ലേലൂയ കാറ്റിനെ അടങ്ങാതിരിക്കുക, ഹല്ലേലൂയ ശാന്തമാകുക എന്ന് പറഞ്ഞ കൽപ്പിച്ച ദൈവം ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ പ്രശ്നങ്ങളെ നോക്കി അർപ്പിക്കുവാൻ അവന്റെ ഒരു വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്. നിന്നെ മാനിപ്പാൻ, നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ഒരു വാക്ക് മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ടായി. എന്താണ്? ഈ കൊടുങ്കാറ്റ് യേശുവിനെ കൂടുതൽ അറിയുവാനിടയായി തീർന്നു. സ്തോത്രം. അതിന്റെ അവസാനം 41-ാമത്തെ വാക്യം പറയുന്നത്, യേശു ഇവൻ ആരെന്നവർ തമ്മിൽ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ആ കൊടുങ്കാറ്റുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ, അവരുടെ ജീവിതത്തിൽ ഈ പ്രതികൂലമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ, ഹല്ലേലൂയ ഈ ശാന്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ ഇവൻ ഹല്ലേലൂയ ഒരു ദൈവമെന്ന്, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. സ്തോത്രം. കടലും കൂടെ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. ഹല്ലേലൂയ ഇവൻ ആർ എന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് ചോദിക്കുക, ഇവൻ ആരാകുന്നു? ഈ കൊടുങ്കാറ്റില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചോദ്യം അവിടെ ഒരിക്കലും ഉദിക്കുമായിരുന്നില്ല. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ചില പരീക്ഷകൾ വരുമ്പോൾ ചില സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പാനിടയായി തീരും. ചില കണ്ണുനീരുകളെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹമാക്കി തീർക്കുന്ന ഹല്ലേലൂയ സാവകാശങ്ങളാണ്. അതുകൊണ്ട് സ്തോത്രം പലവിധമായ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ നമുക്ക് ഒന്നുകൂടി ഉണരുവാൻ, ദൈവസന്നിധിയിൽ ഒന്നുകൂടി ഉണരുവാൻ, ഒന്നുകൂടെ ഹല്ലേലൂയ ദൈവത്തോട് ജാതിപ്പാൻ. ഹല്ലേലൂയ അവരവിടെ ഹല്ലേലൂയ ദൈവത്തെ തട്ടി ഉണർത്തി, യേശുവിനെ തട്ടി ഉണർത്തി. ഗുരു നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അല്ലെ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ നമ്മൾ കർത്താവിനോട് നമ്മൾ അനുഭവിക്കുന്ന വേദനകള്, കൊടുങ്കാറ്റിന്റെ അവസ്ഥകളില് നമ്മൾ ദൈവസന്നിധിയിൽ സ്തോത്രം ഹല്ലേലൂയ അറിയിക്കുമ്പോൾ ഭയപ്പെടേണ്ട. നമ്മളോട് ഹല്ലേലൂയ നമ്മെ സഹായിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടും നിന്നോടുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ നിനക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ യേശു എന്റെ പടകിലുണ്ട്, ആ യേശു എന്റെ പടകിലുണ്ട്. അവന്റെ സാന്നിധ്യം എന്നെ സഹായിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ പിശാചിന് നിന്നെ തകർപ്പാൻ ഇടയാകത്തില്ല. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന സഭയെ ഒരു കൊടുങ്കാറ്റ് വന്നാലും തകർക്കത്തില്ല. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഭയെ, കുടുംബത്തെ ഒരിക്കലും ശത്രുവിന് തകർപ്പാൻ കഴിയുകയില്ല. ഈശാനമൂലൽ എത്ര കടിഞ്ഞാഞ്ഞടിച്ചാലും ഹല്ലേലൂയ നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ
ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ആ പടകിൽ ഹല്ലേലൂയ നമ്മുടെ പടകുകളിൽ കർത്താവിനെ ജപിച്ചതോർത്തൊന്ന് സ്തോത്രം ചെയ്താട്ട് നിന്നെ ഇതുവരെ നടത്തിയ ദൈവം നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല, ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ. ഹല്ലേലൂയ നിന്നെ പലവിധമായ പ്രശ്നങ്ങളില് ഹല്ലേലൂയ പലവിധമായ വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ ഓവർകം ചെയ്ത് ഇതുവരെ നടത്തിയത് നിന്റെ കഴിവല്ല. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഹല്ലേലൂയ 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 മിടുക്കല്ല, അവന്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ നായകൻ, നമ്മുടെ ക്യാപ്റ്റൻ യേശുവാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അത് നിവൃത്തിയാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ എന്റെ ഉപനിധി, അവസാനത്തോളം എന്നെ നടത്തുവാൻ, എന്നെ കാക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. അവൻ ശക്തനെന്ന് അവൻ പറയുവാൻ കാരണമായി തീർന്നത് വിളിച്ച ദൈവം വിശ്വസ്തന. വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ സ്തോത്രം. ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് കൊടുങ്കാറ്റിന്റെ അവസ്ഥകൾ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഈ യേശുവിന്റെ സാന്നിധ്യം, ഈ യേശുവിന്റെ സാന്നിധ്യം, ഈ യേശുവിന്റെ സാന്നിധ്യം നിന്റെ പടകിലുണ്ടെങ്കിൽ നിന്നെ സഹായിപ്പാൻ, നിന്നെ നടത്തുവാൻ അവൻ ശക്തരായ ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ? ഹല്ലേലൂയ. നിന്റെ കുടുംബ പ്രശ്നത്തിൽ അഭയം തരുവാൻ, നിന്നെ സഹായിപ്പാൻ ആ യേശുവിന്റെ സാന്നിധ്യം മതിയായതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഇതുവരെയും എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ കൊടുങ്കാറ്റ് കണ്ട് ഉറങ്ങുന്ന ദൈവമല്ല. അവനെ വിളിച്ചുണർത്തുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. എത്ര കൊടുങ്കാറ്റടിച്ചാലും ആ യേശുവിന്റെ നിയന്ത്രണത്തിലാണ് ഞാനും നീയുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ട് അവന്റെ ഒരു വാക്ക് മതി. അവന്റെ ഒരു വാക്ക് മതി നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ യേശുവിന്റെ സാന്നിധ്യം, ആ യേശുവിന്റെ സാന്നിധ്യം എന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ഹല്ലേലൂയ നിന്റെ പടകിൽ യേശു ഉണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. അതുകൊണ്ട് ഭാരപ്പെടേണ്ട പ്രിയ മാതാവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരി, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ സ്തോത്രം. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ, ഹല്ലേലൂയ കടലിനെയും കരയും ഒറ്റ വാക്കുകൊണ്ട് ഹല്ലേലൂയ ശാന്തമാക്കിയ ആ കർത്താവിന്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. എന്റെയും നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ, പ്രശ്നങ്ങൾക്ക് മറുപടി തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 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 അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. അവൻ കാറ്റിനെയും കടലിനെയും കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. കാറ്റിനെ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അധികാരത്തോടെ സ്തോത്രം അതിനെ ശാന്തമാക്കുവാനിടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഇതുവരെയും ഒരുപക്ഷെ നീ കാലങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി തന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്നും അവന്റെ കരം കുറുതായി പോയിട്ടില്ല. അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിക്കട്ടെ. നിന്റെ വിശ്വാസത്തിന്റെ അളവൊന്ന് അടുക്കട്ടെ. ചില കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ അടുക്കുന്നുണ്ടല്ലോ. ചില കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ അടിക്കുന്നത് നിന്റെ വിശ്വാസത്തെ അളക്കുകയാണ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ പടകിൽ ആ യേശു ഉണ്ട്, എന്റെ പടകിൽ ആ യേശു ഉണ്ട്, ആ യേശുവിന്റെ സാന്നിധ്യം, ആ യേശുവിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. ഏത് പ്രതിസന്ധികളിലും നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ ദൈവത്തിന്റെ കരം കൂടിയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, അഗ്നി അതിൽ നാലാമേന്താ ആഴിമേൽ നടകൊണ്ടെന്നാൽ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, അഗ്നി അതിൽ നാലാമേന്താ ആഴിമേൽ നടകൊണ്ടെന്നാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്?
അധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ? അഗ്നി നിന്നെ ദഹിപ്പിക്കുകയില്ല, നദി നിന്മേൽ കവികയില്ല. നമ്മളെ ശയ്യാ പ്രവചനത്തിൽ വായിച്ചതുപോലെ ഹല്ലേലൂയ, നിന്നെ നടത്തുവാൻ, നിന്നെ സഹായിപ്പാൻ ആ ദൈവത്തിന്റെ കരം കൂടുതലുണ്ട്. ഒരു കൊടുങ്കാറ്റുകൾ നിന്റെ നേരെ നടന്നു വന്നാലും, ഒരുപക്ഷെ ഈശാനമൂലം നിനക്കെതിരെ അടിച്ചാലും, നീ തകർന്നു പോറുമെന്ന് വിശ്വസിക്കുന്ന സ്ഥാനത്ത് പോലും നിന്നെ സഹായിക്കുന്ന, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചത് കൊടുങ്കാറ്റിനെ മാറ്റുവാനല്ല, കൊടുങ്കാറ്റിനെ മാറി വീശിപ്പിക്കുവാനല്ല. സ്തോത്രം. ഈ കൊടുങ്കാറ്റിനെ എപ്രകാരം നമുക്ക് ഹല്ലേലൂയ തരണം ചെയ്യാമെന്നുള്ളതാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അടിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേലും, എല്ലാ പ്രശ്നങ്ങളുടെ മേലും നിനക്ക് മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമേൽ ആഴിമേൽ നടമുണ്ടെന്നാൽ, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമേൽ ആഴിമേൽ നഴ കൊണ്ടെന്നാ. ജയത്തിൻ കോശം ഉല്ലാസകോശം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനാ സേനയിൻ വീരനാ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനാ സേനയിൻ വീരനാ അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. കുഞ്ഞാട്ടിന്നിനം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. കുഞ്ഞാട്ടിന്നിനം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ കോശം ഉല്ലാസഘോഷ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഭീകരമാ ചെങ്കടലോ മിസ്രയീം സൈന്യനിരയോ ഭീഷണിയാ മുമ്പുമ്പോ ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ചെങ്കടലോ മിസ്രയീം സൈന്യനിരയോ ഭീഷണിയാ മുമ്പുമ്പോ ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ കോശം ഉല്ലാസഘോഷ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർ. ഒരു പാതയിൽ നീ നടന്ന വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനുവാരോ തൻ കൂടെ വരോ കൂടന്നു ആശ്വാസമാ. ൂരിരുൾ പാതയിൽ നീ നടന്ന വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനുവാരോ തൻ പോലും വടിയും കൂടന്നും ആശ്വാസമാ. ജയത്തിൻ കോശം ഉല്ലാസഘോഷ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ എന്നുടെ ജയമെവിടെ.
കുഞ്ഞാട്ടിന്നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. പാതാളമേ മരണമേ നിന്റെ ജയം എവിടെ? കുഞ്ഞാട്ടിന്റെ രക്തം, ഹല്ലേലൂയ, സ്തോത്രം. ഭക്തന്മാരുടെ ഹല്ലേലൂയ പിടിവിച്ച് സംഹാരകൻ കടന്നുപോയതുപോലെ സംഹാരകൻ ഭവനത്തിൽ കയറാതെ ആ കട്ടണമേലുള്ള ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ രക്തം, ഹല്ലേലൂയ സ്തോത്രം, ആ കുഞ്ഞാടിന്റെ രക്തം ഹല്ലേലൂയ സ്തോത്രം വിടുവിച്ചതുപോലെ എന്നെയും നിന്നെയും സഹായിപ്പാൻ, വിടുവിപ്പാൻ അവന്റെ രക്തം, അവന്റെ സാന്നിധ്യം മതിയായതാ. ഇന്ന് രാത്രി ഹല്ലേലൂയ നാം പാടിയതുപോലെ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞാട്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കൊടുങ്കാറ്റുകള്, അഗ്നി പോലെ പ്രതികൂലങ്ങള്, ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ തകർത്ത് കളയുവാനല്ല, നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ്. ആ യേശുവിന്റെ സാന്നിധ്യം, ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയും സഹായിപ്പാനിടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ, ഹല്ലേലൂയ, അവരുടെ പടകിൽ ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കൊടുങ്കാറ്റിനെ നോക്കി, കടലിനെ നോക്കി, ഹല്ലേലൂയ, ആ കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട വിഷയങ്ങളെ നോക്കി ഇന്ന് രാത്രി കർത്താവിന്റെ ഒരു വാക്ക്, ഹല്ലേലൂയ സ്തോത്രം, കടലിൽ ശാന്തമാകുക, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ മേൽ കൽപ്പിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പല തിരക്കുകളുടെ ഇടയ്ക്കിലും ഇന്ന് രാത്രി ദൈവവചനം കേൾപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ കർത്താവ് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇവിടെ കടന്നു വന്ന പ്രിയ സിസ്റ്റർ ആശയ്ക്കായി, ഷാരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെയും സഹായിക്കണമേ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് കുടുംബത്തെ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം അത്ഭുതം ചെയ്യണം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തവർ, ഹല്ലേലൂയ, ദോഹയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കായി സ്തോത്രം. പ്രത്യേകാൽ കർത്താവെ പ്രിയ വിൻസിനായി, കുടുംബത്തിനായി സ്തോത്രം. ഇവർക്ക് നല്ല അവധിക്കാലം കൊടുത്ത് സഹായിച്ചതോർത്ത് സ്തോത്രം. അതുപോലെ മറ്റ് കർത്താവെ ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രത്യേകാൽ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. നടത്തിയ എല്ലാ കൃപകൾക്കായും സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ സുഖകരമായി ഉറക്കം തരണം. കർത്താവെ, നാളെയും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവസരം തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കായി, കേൾപ്പിച്ച വചനങ്ങൾക്കായി, നല്ല പാട്ടുകൾ പാടുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെയൊക്കെ കർത്താവ് സഹായിച്ചത് ഓർത്ത് സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ തന്നുവല്ലോ. വീണ്ടും സഹായിക്കണം. സകലമാനും മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്ന് രാത്രിയിൽ നമ്മളെ കേൾപ്പിച്ച നല്ല വചനത്തോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു.